പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസത്തെ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ തുടങ്ങിയിട്ട് കുറേ ആയതെങ്കിലും ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. അതെങ്ങനെയാണ് എടുക്കുന്നത്, ഞാൻ എടുത്താൽ അതുപോലെ ആവില്ലേ, അങ്ങനെ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ പൊതുവേ അങ്ങനെ എടുക്കാത്തത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് അതിന് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് മനസ്സിൽ. അതുകൊണ്ടാണ് ഒന്നാമത് ഞാനങ്ങനെ ചെയ്യാത്തത്. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. വീഡിയോ എടുക്കുക, പിന്നെ അത് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോന്ന് പഠിക്കാനുള്ള ഒരവസരമല്ല അത്. അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ എഡിറ്റ് ചെയ്യണം, ഒന്നും അറിയാത്ത ആ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാനങ്ങനെ യൂട്യൂബ് നോക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ചില സങ്കടങ്ങൾ വന്നപ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുകയാണെന്ന്. കാരണം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അത് എത്രത്തോളമാണെന്ന്. അപ്പം നമ്മൾ എല്ലാവരിൽ നിന്ന് അകന്ന് നിൽക്കും. ആ ഒരു ഒറ്റപ്പെടലിൽ എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഒന്നും അറിയാതെ ഒരു ദിവസം ചാനൽ തുടങ്ങി. പിന്നെ എൻ്റെ ഫസ്റ്റിലത്തെ വീഡിയോ കണ്ടാൽ അറിയാം, അത് ഞാൻ എഡിറ്റ് പോലും ചെയ്യാതെയാണ് ഇട്ടത്. കാരണം അന്ന് എനിക്കറിയില്ലായിരുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നൊന്നും. അങ്ങനെ ഞാനത് പിന്നെ ഓരോന്ന് യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കി പഠിച്ചിട്ടാണ് ഞാൻ പിന്നെ ഓരോന്ന് ചെയ്തു വന്നത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കും. മറ്റുള്ളവരെ നോക്കി അതെന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ ചെയ്യുകയാണ്. കുറച്ച് മുന്നേ വരെ വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാനെങ്ങനെയെങ്കിലും എടുക്കും. അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആവില്ല, അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. എങ്കിലും ഞാൻ വീഡിയോ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യും. വീഡിയോ എടുക്കുന്ന സമയം നമ്മൾ പിന്നെ വേറൊന്നും അത്ര ചിന്തിക്കില്ല. തുടക്കകാലത്ത് ഭയങ്കര മടിയായിരുന്നേ. ആരോടെങ്കിലും പറയാനോ, ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ചിരിക്കും, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള ഇതിൽ. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കും, അവർ ചിരിക്കുന്നത് നോക്കി ഇരുന്നിട്ട് ഞാൻ എൻ്റെ സന്തോഷം എന്തിനാണ് ഇല്ലാതാക്കുന്നല്ലേ. എനിക്കെന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷവും സമാധാനവും കിട്ടുന്നത് അത് ഞാൻ ചെയ്യുക. അപ്പം ഞാൻ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മറ്റുള്ളവരെൻ്റെ കാര്യം ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അവരവരുടെ ഇതിലായിരിക്കും ജീവിക്കുന്നത്. അപ്പം ഞാൻ തന്നെ എന്നെ പതുക്കെ മാറ്റിയെടുത്ത്. ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാരെ കാണുമ്പോൾ പറയാനൊക്കെ മടിയായിരുന്നു. ഇപ്പം ഞാൻ ആരെയും കാണുമ്പോൾ പരിചയമുള്ളവരാണെങ്കിൽ അപ്പം ഞാൻ പറയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയും. അപ്പോൾ അവർ ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്ന് എനിക്കറിയില്ല. ഞാനെന്ത് പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുമോ, അവർ വേറെ രീതിയിൽ കരുതുമോ എന്നൊക്കെ ചിന്തിക്കും. തുടക്കകാലത്ത് ഒട്ടും സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പം പിന്നെയും ഞാൻ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഞാൻ എന്നെ മാറ്റിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിൽ നല്ല മാറ്റമുണ്ട്. ഇതിപ്പം മുന്നിൽ കുറേ ആൾക്കാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് സംസാരിക്കുന്ന പോലെ ഞാനങ്ങ് സംസാരിക്കും. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഷൈ അതങ്ങ് മാറും. ഇപ്പോൾ എനിക്ക് ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ എഡിറ്റിംഗ് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കൂടുതൽ പഠിക്കണം എന്നുണ്ട്. അങ്ങനെ ചില ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ട്. ഇത് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. അതുവരെ ഞാൻ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കുക, ഒന്നിലും താല്പര്യമില്ലാതിരിക്കുക, അങ്ങനെയായിരുന്നു. ഇത് തുടങ്ങിയതിന് ശേഷം വീണ്ടും പുതിയത് പഠിക്കണം, പുതിയ കാര്യങ്ങൾ അറിയണം. യൂട്യൂബിലായിരുന്നാലും ഞാൻ വെറുതെ അങ്ങനെ സമയം കളയില്ല. എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ അധികം സെർച്ച് ചെയ്യുക. അങ്ങനെ നോക്കി എന്താ വേണ്ടത് അങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ മറ്റൊരാളോട് ചോദിച്ച് ചെയ്യുന്നതിലും യൂട്യൂബിൽ തന്നെ നോക്കും. അതും എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അടുത്ത ഒരാളോട് ചോദിക്കൂ. പിന്നെ മൂന്നാമത്തെ കാര്യം, എന്നെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല
എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുന്നിൽ വരാനോ എനിക്ക് മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോ അങ്ങനെ കാണിക്കാത്തത്. പിന്നെ ഭയങ്കര മടിയാണ് ആൾക്കാരെ ഫേസ് ചെയ്യാൻ. അത് ഇനി മാറ്റിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പ് ഇട്ട് ശീലിക്കാറുണ്ട്. അതും കൂടെ ഒന്ന് മാറി കിട്ടിയാൽ ഞാൻ ഓക്കെ ആവും. അതും പതുക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. സംസാരിക്കുന്നതും ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടിയും പിന്നെ മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ള ചിന്തയും ഒരു ഇത്തിരി കൂടെ മാറ്റാനുണ്ട്. അതും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും. ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഓരോ കാര്യങ്ങൾ പറയുമ്പം പിന്നെ എങ്ങനെ അടുത്തത് തുടങ്ങേണ്ടതെന്നറിയില്ല. അപ്പം അങ്ങനെ അത് ഇങ്ങനെ വിട്ടുപോവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക. ഞാനെപ്പോഴും രാവിലെ ചായ ഉണ്ടാക്കുന്ന അതിൻ്റെ കൂടെ തന്നെ ചോറും കറികളും ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അലക്കുന്നതും കഴിയും. ഉച്ചയാകുമ്പോഴേക്ക് എൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിയും. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് തക്കാളിയും വെണ്ടയും ഉള്ളിയും എല്ലാം ഇട്ട് പുളി ഒഴിച്ചിട്ടുള്ള കറിയും പിന്നെ മാന്ത, ഇവിടെ മാന്ത എന്നാണ് പറയുക, മാന്ത മുളകിട്ടതും പിന്നെ കൊത്തവര ഉപ്പേരി വെച്ചതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ചോമ്പാലുള്ള നല്ല ഫ്രഷ് മീൻ കിട്ടും. അതുകൊണ്ട് തന്നെ മീൻ അത് നമുക്ക് കഴിക്കുമ്പം തന്നെ മനസ്സിലാവും. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലെല്ലാം പോയാൽ അവിടുന്ന് മീൻ കഴിക്കുമ്പം വേറൊരു ടേസ്റ്റായിരിക്കും. അത് നമുക്ക് മനസ്സിലാവും. ഈ ഐസിലിട്ട് വെച്ചത് 2 ദിവസം പഴകിയതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഡെയിലി നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഇവിടെ അടുത്ത് കിട്ടുന്നത് കൊണ്ട് ഞങ്ങളെപ്പോഴും അത് തന്നെയാണ് വാങ്ങിക്കുക. പിന്നെ രാവിലെ കുളിക്കുന്നതുകൊണ്ട് പിന്നെ വൈകിട്ടാണ് വിളക്ക് വെക്കുമ്പോഴാണ് കുളിക്കുക. ഇപ്പോൾ ഇനി ചോറ് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ വൈകിട്ട് കുളിച്ച് വിളക്ക് വെക്കുക, ചായ അങ്ങനെയുള്ള പരിപാടികളേ ഉണ്ടാവും. അതോടെ പണികൾ ഏകദേശം കഴിയും.